ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു സുപ്രധാന ഏഷ്യൻ രാജ്യം. പഴയ പേർഷ്യൻ സംസ്കാരത്തിന്റെ പിന്മുറക്കാർ. ഇറാൻ എന്ന പേരിന് 9 പതിറ്റാണ്ടിന്റെ പ്രായമേ ഉള്ളുവെങ്കിലും അവരുടെ പെരുമയ്ക്കും സംസ്കാരത്തിനും സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അതിൽ തന്നെ നൂറ്റാണ്ടുകളോളം നീണ്ട അക്രമങ്ങളും അട്ടിമറികളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു ജനത. അവരിന്ന് മറ്റൊരു അതിജീവന പോരാട്ടത്തിന്റെ പോർമുഖത്താണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഇറാൻ ജനത പ്രതീക്ഷിച്ചിരുന്നിരുന്ന ഒരു യുദ്ധമുഖത്ത് അതിജീവനത്തിനായി പൊരുതുന്നു. ഫാസിസം അതിന്റെ സർവ്വദംഷ്ട്രകളും ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഇറാന്റെ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ മറ്റേതൊരു രാഷ്ട്രത്തിന് നേർക്കും വന്നുകൂടായികയില്ല. പക്ഷേ ഇവിടെയാണ് ഇറാൻ എന്ന രാജ്യത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും പോരാട്ട വീര്യം നാം മനസ്സിലാക്കേണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണിട്ടും തങ്ങളുടെ പരമോന്നത നേതാവ് തന്നെ വധിക്കപ്പെട്ടിട്ടും ഇറാൻ കാട്ടിയ പോരാട്ട വീര്യം അമേരിക്കയെയും ഇസ്രായേലിനെയും പോലുള്ള ലോകശക്തികളെ തന്നെ വിറപ്പിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനേയുടെ നേതൃത്വത്തിലുള്ള മതഭരണകൂടത്തെ അവസാനിപ്പിച്ച് അവിടെ മറ്റൊരു ഭരണകൂടം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിഴച്ചത് അവരുടെ കണക്കുകൂട്ടലുകളിലാണ്. എവിടെയാണ് ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിഴച്ചത് എന്നറിയണം. അതിന് ഇപ്പോൾ ലോകശക്തികളെ വിറപ്പിക്കുന്ന ഇറാന്റെ പ്രത്യേകത എന്താണ് എന്നുകൂടി അറിയണം. രാഷ്ട്രീയമായും ഭൗമശാസ്ത്രപരമായും ഏറെ പ്രത്യേകതകളുണ്ട് ഇറാന്. 1.65 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇറാൻ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 17ാം സ്ഥാനത്താണ്. അമേരിക്കയുടെ 1/6 വലുപ്പം. ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇസ്രായേലിന്റെ ആകെ വിസ്തീർണത്തിന്റെ 80 മടങ്ങ് വരും ഇറാന്റെ വലുപ്പം. വലുപ്പത്തിലെ ഈ മേധാവിത്വം ഇറാന് നൽകുന്ന സുരക്ഷാ കവചം ചെറുതല്ല. ഒപ്പം ഭൗമശാസ്ത്രപരമായ ഇറാന്റെ ഘടനയും ആ രാജ്യത്തിന് പ്രകൃതിയാ ലഭിക്കുന്ന സുരക്ഷയാണ്. വിശാലമായ മരുഭൂമികളും പർവ്വതനിരകളാലും വനങ്ങളാലും ചുറ്റപ്പെട്ട ഇറാനിലേക്ക് ശത്രു സൈന്യം കടന്നു കയറിയാൽ പോലും അത് ശത്രുക്കൾക്ക് ചക്രവ്യൂഹം ഒരുക്കുമെന്ന് ഉറപ്പാണ്. ഇറാഖും അഫ്ഗാനിസ്ഥാനും അസർബൈജാനും തുർക്ക്മെനിസ്ഥാനും പാകിസ്ഥാനും തുർക്കിയും അടക്കം 7 രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇറാനെ ആക്രമിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാകും. ഇത്രയും വിപുലമായ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുക എന്നത് 2 രാഷ്ട്രങ്ങളെ എന്നതിനപ്പുറം യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ആകെ സുരക്ഷയെ മാറ്റിമറിക്കുന്നതാണ്. ഇന്ന് ബദ്ധവൈരികളായ അമേരിക്കയും ഇറാനും ശത്രുക്കളായത് എങ്ങനെയാണ് എന്നുകൂടി അറിയണം. 1979 വരെ ഇറാനും അമേരിക്കയും വളരെ നല്ല അടുപ്പത്തിലായിരുന്നു. 1953 അന്നത്തെ ഇറാൻ ഭരണം അട്ടിമറിച്ച് മുഹമ്മദ് റസ പഹലവിയെ ഭരണത്തിലെത്തിച്ചതു മുതൽ ഇറാനും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അന്നത്തെ രാജഭരണത്തിൽ നിന്ന് ഇറാനെ മോചിപ്പിച്ച് മതഭരണകൂടത്തിലെത്തിച്ച 1979 ജനകീയ വിപ്ലവം മുതൽ അമേരിക്ക വീണ്ടും ഇറാന്റെ ശത്രുവായി. 1953 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാനിലെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസദ്ദിഖിനെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ CIA-യും UK-യുടെ MI6 ചേർന്ന് ഓപ്പറേഷൻ അജാക്സ് എന്ന പേരിൽ നടത്തിയ അട്ടിമറിയാണ് പഹലവി ഭരണകൂടത്തെ അധികാരത്തിലെത്തിക്കുന്നത്. 1951 മുതൽ 1953 വരെ ഇറാൻ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മുസദ്ദിഖ് ധീരമായ ഒരു നിലപാടെടുത്തു. രാജ്യത്തിന്റെ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കുക എന്നതായിരുന്നു അത്. ഇത് ബ്രിട്ടീഷ് അമേരിക്കൻ എണ്ണ കമ്പനികളുടെ ആധിപത്യത്തിന് വെല്ലുവിളിയായി. ഇതാണ് 1953 അട്ടിമറിയിലേക്ക് നയിച്ചത്. മുഹമ്മദ് റസ പഹലവിയെ ഇറാനിലെ ഷാ ആയി ഭരിക്കുന്നതിന് പിന്തുണയ്ക്കുകയും പുതിയ പ്രധാനമന്ത്രിയായി ജനറൽ ഹസൊള്ള സഹേദിയെ നിയമിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അട്ടിമറിയുടെ ലക്ഷ്യം. മുസാദിഖ് ഭരണകൂടത്തിന്റെ അട്ടിമറിയോടെ രാജ്യത്ത് അമേരിക്കൻ വിരുദ്ധ വികാരം പുകയാൻ തുടങ്ങി. ഷായുടെ ഭരണം അമേരിക്കൻ പിന്തുണയോടെ ഏകാധിപത്യ സ്വഭാവം കൈവരിക്കുക കൂടി ചെയ്തതോടെ വിരുദ്ധ വികാരം മൂർച്ഛിച്ചു. ഏകാധിപതിയായി വാഴാൻ ഇറാന് അമേരിക്ക സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി. ഇന്ന് അമേരിക്ക എതിർക്കുന്ന ഇറാന്റെ ആണവ പദ്ധതികളെ പോലും അന്ന് അമേരിക്ക പിന്തുണച്ചു. ഇത് ഷായുടെ അഴിമതി നിറഞ്ഞ ഭരണത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഷായുടെ വൈറ്റ് വിപ്ലവം പോലുള്ള പരിഷ്കാരങ്ങൾ ഇറാൻ ജനതയുടെ നേട്ടത്തെക്കാൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് ജനങ്ങളിലുണ്ടായി. ചെറുതും വലുതുമായ എതിർസ്വരങ്ങളെ സാവക് എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് ഷാ അടിച്ചമർത്തി. ഇത് ജനങ്ങളിൽ അമേരിക്കയോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. 1970കളോടെ ഇസ്ലാമിസ്റ്റുകൾ, ഇടതുപക്ഷക്കാർ, ദേശീയവാദികൾ തുടങ്ങിയവർ അമേരിക്കൻ പിന്തുണയുള്ള ഷായുടെ ഭരണകൂടത്തിനെതിരെ കൈകോർത്തു. അങ്ങനെയാണ്
1979 ഇറാൻ വിപ്ലവം അരങ്ങേറുന്നത്. ഏകാധിപതിയായ ഷാ ഭരണകൂടത്തിനെതിരെ സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു. ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ ഇറാനിൽ പ്രതിഷേധമുയർന്നപ്പോൾ അന്ന് പാരീസിലായിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമൈനി പ്രക്ഷോഭകരുടെ നേതൃത്വം ഏറ്റെടുത്തു. അമേരിക്കയെ ദി ഗ്രേറ്റ് സാത്താൻ എന്നാണ് ഖൊമൈനി അന്ന് വിശേഷിപ്പിച്ചത്. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് 1979 ഷാ രാജ്യം വിട്ടു പോവുകയും തുടർന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിതമാവുകയും ചെയ്തു. വിപ്ലവത്തിന് ശേഷം അമേരിക്ക വിരുദ്ധ വികാരം ഉച്ചസ്ഥായിലെത്തിച്ച് ടെഹ്റാനിലെ US എംബസി ആക്രമിക്കപ്പെട്ടു. 444 ദിവസം നീണ്ട ഈ സംഭവം 1953 അട്ടിമറിയോടുള്ള ജനങ്ങളുടെ പ്രതികാരമായും ഇറാന്റെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനമായും കണക്കാക്കപ്പെട്ടു. അമേരിക്കയെ ഇറാന്റെ പ്രാഥമിക ശത്രുവായി മാറ്റുകയും ചെയ്തു. ആധുനിക ഇറാനാകുന്നതിന് മുൻപ് പേർഷ്യയായിരുന്നു. ആ പേർഷ്യയുമായി ഇന്ത്യക്ക്, പ്രാചീന ഭാരതത്തിന് അഭേദ്യമായ ബന്ധവുമുണ്ടായിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നാം പഠിച്ചിട്ടുണ്ട്. അത് പേർഷ്യയുടെ സുവർണ കാലമായിരുന്നു. വ്യാപാര ബന്ധത്തിനപ്പുറം സാംസ്കാരികവും ഭാഷാപരവും നരവംശാസ്ത്രപരവുമായി ഇന്ത്യയും ഇറാനും ആഴത്തിലുള്ള ബന്ധമുണ്ട്. സിന്ധു നദീതട സംസ്കാരം മുതൽ പേർഷ്യൻ സ്വാധീനം വരെ നീളുന്നതാണ് ഇന്ത്യ ഇറാൻ ചരിത്രം. ഇന്തോ ഇറാനിയൻ ജനത ഒരേ വംശത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രാചീന ഇന്ത്യക്കാരുടെയും പ്രാചീന ഇറാനികളുടെയും പൊതുപൂർവികരാണ് ഇന്തോ ഇറാനിയൻ ജനത. സാംസ്കാരികമായും ഇറാൻ ജനതയും ഇന്ത്യൻ ജനതയുമായി ഏറെ ഇഴയടുപ്പമുണ്ട്. പുരാതന ഇറാൻ ജനതയും അഗ്നി ആരാധനയും യാഗവുമെല്ലാം ഉള്ളവരായിരുന്നു. കുതിരപ്പടയും രഥവുമെല്ലാം ഉപയോഗിച്ചിരുന്ന അവർക്കും പ്രധാന ജീവനോപാധി പശുക്കളായിരുന്നു. അവിടെ നിന്ന് ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് വരുന്ന വഴിയിലാണ് വേദങ്ങളുടെ തുടക്കം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ വഴിയിലെ കാഴ്ചകളെല്ലാം വേദങ്ങളിൽ വിവരിക്കുന്നുമുണ്ടത്രേ. പ്രധാനമായി 3 ഘട്ടങ്ങളായി ഇന്ത്യ ഇറാൻ ബന്ധത്തെ തരംതിരിച്ച് വിശദീകരിക്കാം. പേർഷ്യൻ സംസ്കാരവും ഭാഷയും ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയ മുഗൾ ഭരണകാലഘട്ടത്തെ മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 1950 ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ശീതയുദ്ധകാലത്തെ വ്യത്യസ്ത ചേരികളിലായിരുന്നുവെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇറാനും ഇന്ത്യക്കും ഒരേ നിലപാടായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ബന്ധം കുറെ കൂടി ഊഷ്മളമായി. ഊർജ വ്യാപാര മേഖലയിൽ സഹകരണം വർദ്ധിച്ചു. ചബഹാർ തുറമുഖ വികസനം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. പേർഷ്യയുമായുള്ള സാംസ്കാരിക സമന്വയം ഏതെങ്കിലും ഒരു ചെറിയ വിഷയമല്ല. നമ്മുടെ ഭാഷയിൽ പോലും ഇന്നും ഇറാനികളുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? പക്ഷേ ഒന്ന് മാത്രം പറയാം, മുഗൾ ഭരണകാലത്തെ പേർഷ്യൻ സ്വാധീനത്തിന് ഇന്നും കുറവില്ല. ബസാർ അഥവാ ചന്ത, ദുകാൻ അഥവാ കട, ദിവാൻ കാഗസ് എന്നീ പേരിൽ അറിയപ്പെടുന്ന കടലാസ്, സബ്ജി എന്ന പച്ചക്കറി, ദർബാർ, മെഹ്വിൽ, ദോസ്ത് തുടങ്ങി ഇന്ന് ഇന്ത്യയിൽ സാധാരണമായി ഉപയോഗിക്കുന്ന പല വാക്കുകളും പേർഷ്യൻ സ്വാധീനത്തിന്റെ സംഭാവനകളാണ്. മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ബിരിയാണി പോലും പേർഷ്യനാണ്. ഹൽവയും സർബത്തും ജില്ലിയും സർക്കാരും മുൻഷിയും ഖജനാവും കസേര, മേശ, കുപ്പി, നമാസ്, പൈജാമ, കമ്മീസ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പദസമ്പത്ത് പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടൽ കടന്നെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനെ ആക്രമിച്ച് അസ്ഥിരപ്പെടുത്തി മിഡിൽ ഈസ്റ്റിനെ സുരക്ഷിതമാക്കുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും വാദിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രമാണ് ഇറാൻ. ആ രാഷ്ട്രത്തെ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ സുരക്ഷിതമാക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇറാൻ അസ്ഥിരപ്പെടുന്നതോടെ രാജ്യത്ത് ആഭ്യന്തര വിഘടനവാദം ശക്തിപ്പെടും. ഹോർമൂസ് വഴിയുള്ള എണ്ണ വിതരണത്തിന് ഭംഗം വരുന്നതോടെ അപകടം ആഗോളതലത്തിലേക്ക് വ്യാപിക്കും. കഴിഞ്ഞില്ല, നേതൃത്വത്തിലുണ്ടാകുന്ന മാറ്റം സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഇത് രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ പതനം ഒരു മേഖലയുടെ തന്നെ രാഷ്ട്രീയമായ അസ്ഥിരതയ്ക്കും സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിനും കാരണമാകുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. യഥാർത്ഥ പേർഷ്യക്കാരും അവർക്ക് പുറമെ കുർദുകളും ബലൂജികളും അസേരി അറബ് വംശജരും അടക്കം വിപുലമായ വംശീയ പാരമ്പര്യമുള്ളവരാണ് ഇറാൻ. ഇവർക്കിടയിൽ പലതരം രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും ചരിത്രമുണ്ടെങ്കിലും അതിശക്തമായ ഭരണകൂടമാണ് ഈ വംശീയ വിള്ളലുകളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തിയിരുന്നത്. ആയത്തുള്ള അലി ഖമനിയുടെ കാലം വരെ. ഇനി അങ്ങോട്ട് എന്താകുമെന്ന് പറയാനും സാധിക്കില്ല. എന്നാൽ ഇറാന്റെ ഭരണ സംവിധാനം ദുർബലമായാൽ ഈ സംഘർഷങ്ങൾ തീവ്രമാകും. ഇറാഖിലും സിറിയയിലും ലിബിയയിലും ഉണ്ടായ വിദേശ സൈനിക അധിനിവേശത്തിനും ഭരണകൂട തകർച്ചയ്ക്കും ശേഷം ഇവിടങ്ങളിൽ രൂപപ്പെട്ട വിഘടനവാദത്തിന് സമാനമായിരിക്കും സംഭവിക്കുക.
2003 അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം ഇറാഖിലെ ഭരണ സംവിധാനങ്ങൾ തകർന്നത് വർഷങ്ങളോളം നീണ്ടുനിന്ന കലാപങ്ങൾക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ സംഘങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായിരുന്നു. 2011 ലിബിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ആ രാജ്യത്തെ സായുധ സംഘങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച പോര് 10 വർഷത്തിന് ശേഷവും തുടരുന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഇറാൻ തകർന്നാൽ അവിടെയും കാത്തിരിക്കുന്നത് മറ്റൊന്നാവില്ല എന്ന് ആര് കണ്ടു? കഴിഞ്ഞില്ല. ഈ അസ്ഥിരത ബാധിക്കുന്നത് ഇറാനെ മാത്രമായിരിക്കുമോ? അല്ല, ആഗോളതലത്തിൽ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം മറ്റു രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിന് താങ്ങാനായി എന്ന് വരില്ല. ആഗോള എണ്ണ വിതരണത്തിന്റെ നല്ലൊരു ഭാഗവും അഥവാ ഏകദേശം 30% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാൻ തീരത്ത് പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളോ നിയന്ത്രണമില്ലാത്ത നാവികസേനകളോ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ആഗോള ഊർജ പ്രതിസന്ധിക്ക് കാരണമാകും. എണ്ണവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് മുതൽ പണപ്പെരുപ്പം വരെയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ലബനാനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ, യമനിലെ ഹൂതികൾ എന്നിവരുൾപ്പെടുന്ന പ്രാദേശിക സഖ്യങ്ങളുടെ കേന്ദ്രമാണ് ഇറാൻ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഘടകമാണ്. ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് യാഥാസ്ഥിതിക പുരോഹിത ശൃംഖലകൾ, പരിഷ്കരണവാദികളായ രാഷ്ട്രീയക്കാർ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലെ ശക്തമായ ഘടകങ്ങൾ എന്നിങ്ങനെ പരസ്പരം മാത്സര്യം കാത്തുസൂക്ഷിക്കുന്ന പല വിഭാഗങ്ങളായിട്ടാണ്. യുദ്ധമുറുകുകയും നിലവിലുള്ള നേതൃത്വം ദുർബലപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്താൽ ഈ സന്തുലിതാവസ്ഥ പെട്ടെന്ന് തകരും. അത് തീവ്രപക്ഷക്കാർക്ക് കൂടുതൽ സ്വാധീനം ലഭിക്കാൻ ഇടയാക്കും. ഇറാനെ നിരന്തരം ആക്രമിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ അനുകൂല വികാരം ഉണ്ടാക്കുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ ഇറാന്റെ ദേശീയത ഒരിക്കലും ബാഹ്യശക്തികൾക്ക് കീഴ്പ്പെടുന്നതിലല്ല. ബാഹ്യ ഇടപെടലുകൾ ദേശീയ വികാരം ബലപ്പെടുത്തും. അത്തരം സാഹചര്യത്തിൽ ഇറാൻ അസ്ഥിരപ്പെടുന്നത് വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിനും കാരണമാകും. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് ധാരാളം അഭയാർത്ഥികൾ ഇപ്പോൾ ഇറാനിലുണ്ട്. ഇറാനകത്ത് ഒരു ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ 9 കോടിയിലധികം വരുന്ന ഇറാന്റെ ജനസംഖ്യയിൽ ഒരു ചെറിയ വിഭാഗം പോലും അഭയം തേടി പുറത്തു പോയാൽ അത് സമീപകാലത്തെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധികളിൽ കണ്ടതിനേക്കാൾ വലിയ കുടിയേറ്റ പ്രവാഹത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇറാനെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ആ മേഖലയെയും ലോകത്തെയും കൂടുതൽ അപകടത്തിലാക്കുമോ എന്നാണ് അമേരിക്ക ചിന്തിക്കേണ്ടത്. എന്തായാലും ഖമനേയി എന്ന തലതൊട്ടപ്പിന്റെ തലയെടുത്താൽ 2-3 ദിവസം കൊണ്ട് ഇറാൻ സാഷ്ടാംഗം പ്രണമിക്കുമെന്ന്, തങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാമെന്നും കരുതി വന്ന ഡൊണാൾഡ് ട്രംപിന് ഒടുക്കം സ്വന്തം നാട്ടിൽ നിന്ന് പോലും എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. ആൾനാശത്തിനപ്പുറം, അതല്ലെങ്കിൽ യുദ്ധത്തിലെ വിജയത്തിനപ്പുറം ഇറാന്റെ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിസന്ധി. ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചില്ലെങ്കിൽ പോലും അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരുത്തിവെക്കുന്ന ബാധ്യത അവരെ തകർക്കും. സൈനിക ശേഷി തന്നെ ഇല്ലാതാക്കും. ഇക്കാര്യം യുദ്ധം തുടങ്ങും മുൻപ് തന്നെ ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരുന്നു എന്ന കാര്യവും മറക്കരുത്. അമേരിക്ക എന്ന ലോകോത്തര സൈനിക ശക്തി അപ്രസക്തമാകുമെന്ന് അന്ന് ഖമനേയി പറഞ്ഞപ്പോൾ ചിരിച്ചു തള്ളിയ ട്രംപിനും നെതന്യാഹുവിനും ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അമേരിക്ക എന്ന ശക്തിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതും ഓർമ്മിക്കേണ്ടതുണ്ട്.